ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF അധികാരത്തിൽ വന്നാൽ അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA. കാലിക്കറ്റ് ചേംബറിന്റെ സംവാദ പരമ്പരയിൽ മുൻ ജില്ലാ കളക്ടർ ഡോക്ടർ PB സലീം. മിറാക്കിൾ ഷെൽട്ടർ ഹോം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ പുതിയ ആംബുലൻസ് സേവന സജ്ജമായി. ഷിബുദാസ് വേങ്ങേരിയുടെ മഴപ്പാതകൾ ചെറുകഥാ സമാഹാരം വായനക്കാരിലേക്ക്. ലഹരിക്കെതിരെ ഫ്ലഡ് ലിറ്റ് സോക്കർ ഡ്രീംസ് ചാമ്പ്യൻഷിപ്പുമായി കൊടിയത്തൂർ GMUPS ഫുട്ബോൾ അക്കാദമി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. UDF അധികാരത്തിൽ വന്നാൽ അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA. KHSTU ത്രിദിന സിൽവർ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസങ്ങളിലായി കോഴിക്കോട് നടക്കുന്ന കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ ത്രിദിന സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. KP കേശവമേനോൻ ഹാളിൽ നടന്ന സമ്മേളനം PK കുഞ്ഞാലിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വന്നാൽ അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും UDF ഗവൺമെന്റ് വന്ന ഇത് മാറും. വിദ്യാഭ്യാസ അത് ഏത് വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസം മറ്റെന്തായാലും യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുള്ള നിങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പോലെ വലിയ മുൻഗണന കൊടുക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. TV ഇബ്രാഹിം MLA അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് PMA സലാം, CP ചെറിയ മുഹമ്മദ്, TT ഇസ്മായിൽ, KT അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ച എഴുത്തുകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. കരുത്തുറ്റ രാഷ്ട്രം, കർമ്മോത്സുക അധ്യാപനം, 25 വർഷത്തെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് KHSTUവിനെ മുന്നോട്ട് വയ്ക്കാൻ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഹയർ സെക്കൻഡറി അധ്യാപകരാണ് നിങ്ങൾ. പോരാടുന്ന കൂടെ തന്നെ ജീവിതത്തിൽ വലിയ പോരാട്ടത്തിലേക്ക് നയിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയുമാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. KB ലത്തീഫ് കുമാർ, ഡോക്ടർ MP ഷാഹുൽ ഹമീദ്, R മൊയ്തു തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് സംവാദം സംഘടിപ്പിച്ചു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറിയും കോഴിക്കോട് മുൻ കളക്ടറുമായ ഡോക്ടർ PB സലീം പങ്കെടുത്തു. കോഴിക്കോടിന്റെ നന്മയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക പുരോഗമന ആശയങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കുമെല്ലാം അടിത്തറ പാകിയ മണ്ണാണ് ബംഗാളിൻ്റെതെന്നും മലയാളികളുടെ ബംഗാളി പ്രയോഗം സ്നേഹത്തോടെയെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ PB സലീം കാലിക്കറ്റ് ചേംബർ സംവാദത്തിൽ നടത്തിയ പരാമർശം ചർച്ചയ്ക്കും ചിന്തയ്ക്കും വഴിമാറി. നന്മകൾക്കേറെ മുൻതൂക്കം നൽകുന്നു എന്നതാണ് ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിൽ നിന്നും കോഴിക്കോടിനെ വേറിട്ടതാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട്ടിലേക്ക് വരുമ്പോൾ ആണ് നമ്മൾ കോഴിക്കോടിന്റെ ഒരു മഹാത്മ്യം. കോഴിക്കോട് എന്തുകൊണ്ട് കോഴിക്കോടാണ്, കോഴിക്കോട് എന്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മറ്റ് പ്രദേശങ്ങളിൽ വർക്ക് ചെയ്ത് വരുമ്പോൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്തമാണ്, ഓരോ സിറ്റികളും വ്യത്യസ്തമാണ്. അത് അതിൻ്റെതായിട്ടുള്ള
നന്മകളും പോരായ്മകളും അല്ലെ, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റം. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായിരുന്നു. കേന്ദ്ര സംസ്ഥാന അംഗീകാരങ്ങൾ ലഭിച്ച ചേംബർ അംഗങ്ങളായ അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ ഇല്ലത്തൊടി, PK കബീർ സലാല എന്നിവർക്ക് ചേംബറിന്റെ ഉപഹാരങ്ങൾ PB സലീം സമ്മാനിച്ചു. സെക്രട്ടറി ബോബിഷ് കുന്നത്ത്, വൈസ് പ്രസിഡന്റ് PM ഷാനവാസ്, ഡോക്ടർ K മൊയ്തു, റാഫി P ദേവസി തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിറാക്കിൾ ഷെൽട്ടർ ഹോം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ പുതിയ ആംബുലൻസ് സേവന സജ്ജമായി. തെഞ്ഞിപ്പലം കോഹിനൂരിൽ നടന്ന ചടങ്ങിൽ തെഞ്ഞിപ്പലം പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് അറക്കൽ മൂസ മെമ്മോറിയൽ ആംബുലൻസ് ലോഞ്ച് ചെയ്തു. മിറാക്കിൾ കുടുംബത്തിന്റെ ചിരകാല അഭിലാഷമായ സ്വന്തമായ ആംബുലൻസ് എന്ന സ്വപ്നം പൂവണിയുന്ന ഈ നിമിഷം നിറഞ്ഞ കൈകളോടുകൂടി നമുക്ക് ഈ ഒരു ചടങ്ങിലേക്ക് എല്ലാവിധ ആശംസകളും നേരാം. വരുന്ന സമയം ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം ജലീൽ പോയത് തോന്നുന്നു, ജലീൽ ചാലിയ അദ്ദേഹം പോയി തോന്നുന്നു. ജലീൽ അവിടെ ഉണ്ട്. മഞ്ചേരി മുതൽ എനിക്ക് പരിചയമുണ്ട്. സർവീസിൽ കയറിയിട്ട് ഫസ്റ്റ് വരുന്നത് മഞ്ചേരിയാണ്. ആംബുലൻസ് ലോഞ്ചിംഗ് പരിപാടിയോടനുബന്ധിച്ച് മിറാക്കിൾ ഷെൽട്ടർ ഹോമിൽ പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം തെഞ്ഞിപ്പലം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക ഗോപാൽ നിർവഹിച്ചു. പരിപാടിയിൽ മിറാക്കിൾ ഷെൽട്ടർ ഹോം ചെയർമാൻ ഫാറൂഖ് തുമ്പപ്പാടം അധ്യക്ഷനായിരുന്നു. തെഞ്ഞിപ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അൻവർ, നീലകണ്ഠൻ നമ്പൂതിരി, ഹസൻ ഹാജി, സജിന, ജലീൽ പുള്ളാട്ട്, മുനീർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അനസ് തിരുത്തിയാടും സിയാദും നയിച്ച ജീവൻ രക്ഷാ പരിശീലന ക്ലാസും നടന്നു. ഉനൈസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ഡാൻസ് കളിന്റെ ഇടയിൽ കൊഴിഞ്ഞു വീഴാണ്. ഈ സമയത്തൊക്കെ അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു ആംബുലൻസ് കിട്ടി, നമ്മുടെ രോഗിയെ കൊണ്ടുപോകുന്ന സമയത്ത് പരിപാടിയുടെ പ്രധാന ആകർഷണമായി അസീസ് കടലുണ്ടി ശേഖരിച്ച 193 രാജ്യങ്ങളുടെ വിവിധ കറൻസി, നാണയ, സ്റ്റാമ്പ് പ്രദർശനം ശ്രദ്ധേയമായി. പരിപാടിയുടെ ഏകോപനം വിമൽ കാരാട് നിർവഹിച്ചു. മാനേജർ ധന്യ, ഷെൽട്ടർ ഹോം കോർഡിനേറ്റർ സുഹറ KT തുടങ്ങിയവർ നേതൃത്വം നൽകി. നിലവിൽ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ 24 അന്തേവാസികൾ മിറാക്കിൾ ഷെൽട്ടർ ഹോമിൽ താമസിച്ചു വരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ A ഡിയും ഉണ്ട്. മായം ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തിയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഷിബുദാസ് വേങ്ങേരിയുടെ മഴപ്പാതകൾ എന്ന ചെറുകഥാ സമാഹാരം വായനക്കാരിലേക്ക്. മേയർ O സദാശിവൻ ഡോക്ടർ ദീപേഷ് കരിമ്പുകരയ്ക്ക് നൽകിക്കൊണ്ട് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഷിബുദാസ് വേങ്ങേരി രചിച്ച മഴപ്പാതകൾ ചെറുകഥാ സമാഹാരം മേയർ O സദാശിവൻ ഡോക്ടർ ദീപേഷ് കരിമ്പുകരയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. എഴുത്തുകാരുണ്ട്, കവികളുണ്ട്, നാടകം അഭിനയിക്കുന്നവരുണ്ട്, നല്ല ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകൾക്ക് നല്ലതുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടേറെ അംഗങ്ങളുള്ളൊരു വലിയ കുടുംബമാണ്. അപ്പൊ അങ്ങനെ ഉള്ളതിൽ നിന്ന്
ഇങ്ങനെ ഒരാൾ ഉരുത്തിരിഞ്ഞു വന്നേറിട്ടും അത്ഭുതം ഞാൻ കാണുന്നില്ല. അപ്പൊ ശിവദാസിന്റെ ജീവിതം, അദ്ദേഹം ജീവിച്ച ചുറ്റുപാടുകൾ, ഇതെല്ലാമാണ് കൃത്യമായി ഒരു എഴുത്തുകാരന്റെ ഉള്ളിൽ എഴുതാൻ തുടങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ. എന്നാൽ ചില എഴുത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ, ചെറുകഥകളാവട്ടെ മറ്റു പ്രസിദ്ധീകരണങ്ങളാവട്ടെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഉള്ളതാണെന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. അത് കുറെ കൂടി ഹൃദ്യസ്ഥമായിരിക്കും, നമ്മളായിട്ടൊരു ടച്ചും ഇല്ലാത്തതല്ല. അപ്പൊ തന്റെ ജീവിതവും അതുപോലെ തന്നെ നാം ഇടപെടുന്ന മേഖലകൾക്കുള്ള പരിസരവും ഇതെല്ലാം നല്ലതുപോലെ ഇത്തരം എഴുത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് അതിന് ജീവനുണ്ട്. PP ശ്രീധരനുണ്ണി അധ്യക്ഷത വഹിച്ചു. കഥ വായിക്കുക എന്നാൽ കഥ അനുഭവിക്കുകയാണ്. ഈ അർത്ഥത്തിൽ വിജയിച്ച എഴുത്തുകാരനാണ് ശിവദാസ് വേങ്ങേരി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ അത്ഭുതകരമായ ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രചന പാഠത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ ഇവിടെ തുടരാം. സത്യനാഥൻ AP പുസ്തക പരിചയം നടത്തി. ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK രാജേന്ദ്രൻ, സന്ധ്യ സുകുമാരൻ, രാജേഷ് K, R സിന്ധു, വിനോദ് PT നിസാർ എന്നിവർ ആശംസകൾ നേർന്നു. എഴുത്തുകാരൻ ശിവദാസ് വേങ്ങേരി മറുമൊഴി നടത്തി. താരദാസ് പ്രാർത്ഥന ആലപിച്ചു. കൃഷ്ണദാസ് തീരം സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗോപുരത്തിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി ആഘോഷിച്ചു. വിവിധ പൂജകളും അഭിഷേകങ്ങളും വെള്ളാട്ടുകളും ആചാരപൂർവ്വം നടന്നു. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾ പ്രത്യേക പൂജകൾ കൊണ്ടും അഭിഷേകങ്ങൾ കൊണ്ടും ഭക്തിപൂർണമായി. മുത്തപ്പന് മലർപൂജ, ഭഗവതിക്ക് ദേവീ പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളും നടന്നു. ഭഗവാന്റെ ദേശം ചുറ്റലിന് ശേഷം ഭക്തർക്കായി ആണ്ടിയൂട്ട് ഒരുക്കി. തുടർന്ന് വെള്ളാട്ടുകളും തായമ്പകയും അരങ്ങേറി. ഭഗവതി തിരയോടുകൂടിയ താലപ്പൊലിയിൽ കുട്ടികളും അമ്മമാരും താലമേന്തി അണിനിരന്നു. മേളങ്ങളും താലപ്പൊലിക്ക് മാറ്റുകൂട്ടി. അനുഷ്ഠാന ചടങ്ങുകളോടെ പെരുമണ്ണ എടക്കോട്ട് തിറയാട്ട കലാസമിതിയാണ് തിറകൾ കെട്ടിയാടിയത്. ക്ഷേത്രം ചരിത്രം പാടി അഞ്ചടിയോടെ 2 ദിവസത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. ക്ഷേത്രം ഭാരവാഹികളായ KT വിനോദ്, കളക്കണ്ടി കൃഷ്ണൻ, വിജേഷ് എന്നിവരും മറ്റ് അംഗങ്ങളും ഉത്സവ പരിപാടികൾ ഏകോപിപ്പിച്ചു. ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ടും ഉത്സവ ചടങ്ങുകൾ പരിപൂർണമായി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ലഹരിക്കെതിരെ ഫ്ലഡ് ലിറ്റ് സോക്കർ ഡ്രീംസ് ചാമ്പ്യൻഷിപ്പുമായി കൊടിയത്തൂർ GM UPS ഫുട്ബോൾ അക്കാദമി. ഫെബ്രുവരി 14-ന് പാഴൂർ ഫ്ലഡ് ലിസ്റ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഏകദിന ചാമ്പ്യൻഷിപ്പിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വലിയ വിജയമാക്കാൻ കൊടിയത്തൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ചേർന്ന കൊടിയത്തൂർ GM UP സ്കൂളിലെ രക്ഷിതാക്കളുടെയും PTA, SMC, MPTA എക്സിക്യൂട്ടീവുകളുടെയും സംയുക്ത യോഗം തീരുമാനിച്ചു. സ്കൂളിലെ 100-ലേറെയുള്ള ഫുട്ബോൾ താരങ്ങളെ 8 ഗ്രൂപ്പുകളായി തിരിച്ച് 2 പൂളുകളിലായി 11 ഫുട്ബോൾ ടൂർണമെന്റ് നടത്തും. ഫൈനലിസ്റ്റുകൾക്ക് ട്രോഫികൾക്ക് പുറമെ പ്രൈസ് മണിയും നൽകും. മേളയിൽ മാറ്റുരയ്ക്കുന്ന മുഴുവൻ ടീം അംഗങ്ങൾക്കും മെഡലുകളും നൽകും. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് വ്യക്തിഗത ട്രോഫികൾ നൽകാനും യോഗം തീരുമാനിച്ചു. ചർച്ച കൊടിയത്തൂർ GM UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് MK ഷക്കീല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നൌഫൽ പുതുക്കുടി അധ്യക്ഷനായിരുന്നു. ടീം പരിശീലകരും യോഗത്തിൽ സംബന്ധിച്ചു. സോക്കർ ഡ്രീംസിനു ശേഷം LP UP വിഭാഗങ്ങളിൽ മികച്ച സ്കൂൾ ടീമുകളെ അണിനിരത്തി ഉപജില്ലാതല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടത്താനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, മാവൂർ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛൻ്റെ ഒരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് ചെയ്യാൻ ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കല്ലായി ശ്രീ ഓടക്കാളി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷ ചടങ്ങുകൾ സമാപിച്ചു. 3 ദിവസങ്ങളിലെ നടന്ന പരിപാടികളിലെ അന്നദാനത്തിലും എഴുന്നള്ളിപ്പുകളിലും തിറയാട്ടത്തിലും 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. കല്ലായി ശ്രീ ഓടക്കാളി ഭഗവതി ക്ഷേത്രത്തിൽ 2026 തിറ താലപ്പൊലി മഹോത്സവം നടന്നു. മുഖ്യ കാർമ്മികൻ കിടങ്ങത്ത് മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് 3 ദിവസം നീണ്ട ഉത്സവാഘോഷങ്ങൾ നടന്നത്. 2 ദിവസം ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം ഓടക്കാളി ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവാഘോഷങ്ങളിലെ പ്രത്യേകതയാണ്. രാവിലെ 11 മണിക്ക് പന്നിയങ്കര ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള കലശം എഴുന്നള്ളിപ്പും വൈകിട്ട് വാഴയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മഞ്ഞ താലപ്പൊലിയും നടന്നു. പഞ്ചവാദ്യം, കാവടിയാട്ടം, ബാൻഡ് സെറ്റ്, ദേവനൃത്തം തുടങ്ങിയവ താലപ്പൊടിയുടെ അകമ്പടി സേവിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ വിവിധ തരം തിറകളും വെള്ളാട്ടും അരങ്ങേറി. രാവിലെ ഓടക്കാളി ഭഗവതിയുടെ തിറയോടുകൂടി ഉത്സവം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ദീപ മനോജ് ദേശീയ പതാക ഉയർത്തി. കുട്ടികളും അധ്യാപകരും NSS ഭാരവാഹികളും പങ്കെടുത്തു. എരഞ്ഞിക്കൽ കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ദീപ മനോജ് ദേശീയ പതാക ഉയർത്തി. കരയോഗം പ്രസിഡന്റ് K. ജയചന്ദ്രൻ, സെക്രട്ടറി K. പ്രേമചന്ദ്രൻ, ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾസ് അസോസിയേഷൻ പ്രസിഡന്റ് ശശിധരൻ മെനക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന പ്രജീഷ്, നിഷ സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. Next, I say thanks to my colleagues. Then I say thanks to all parents, and then say I thanks to all our kids for presenting their here. Once again, thank you all. സ്കൂൾ ലീഡർ നക്ഷത്ര പരിപാടിയിൽ അവതാരികയായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ബ്രാഹ്മണ സമൂഹം ശ്രീ വിദ്യാഭാരതി വേദ പാഠശാലയിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ VP ബാലസുബ്രഹ്മണ്യൻ ദേശീയ പതാക ഉയർത്തി.
കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹമഠം ശ്രീ വിദ്യാഭാരതി വേദപാഠശാലയിൽ രാഷ്ട്രത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. വേദപാഠശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ VP ബാലസുബ്രഹ്മണ്യൻ പതാക ഉയർത്തി. വേദപാഠശാല വിദ്യാർത്ഥികൾ ദേശീയ ഗാനം ആലപിച്ചു. ചടങ്ങിന് തളി ബ്രാഹ്മണ സമൂഹം വേദപാഠശാല ഗുരു ശ്രീറാം ഘനപാടികൾ, ട്രസ്റ്റി അംഗം MJ ശ്രീറാം, വേദപാഠശാല ഓഫീസ് കമ്മിറ്റി അംഗം ശോഭ ഗണേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേദപാഠശാല ഫാക്കൽറ്റി അംഗം മാല രാമനും ചടങ്ങിൽ സന്നിഹിതയായി. രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടിയുള്ള വേദമന്ത്രോച്ചാരണവും വേദപാഠശാല വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF അധികാരത്തിൽ വന്നാൽ അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MLA. കാലിക്കറ്റ് ചേംബറിന്റെ സംവാദ പരമ്പരയിൽ മുൻ ജില്ലാ കളക്ടർ ഡോക്ടർ PB സലീം. മിറാക്കിൾ ഷെൽട്ടർ ഹോം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ പുതിയ ആംബുലൻസ് സേവന സജ്ജമായി. ഷിബുദാസ് വേങ്ങേരിയുടെ മഴപ്പാതകൾ ചെറുകഥാ സമാഹാരം വായനക്കാരിലേക്ക്. ലഹരിക്കെതിരെ ഫ്ലഡ് ലിറ്റ് സോക്കർ ഡ്രീംസ് ചാമ്പ്യൻഷിപ്പുമായി കൊടിയത്തൂർ GMUPS ഫുട്ബോൾ അക്കാദമി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.